Hello my dear friends, so welcome back to my channel. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞേക്കണത്? എസ്റ്റിമേറ്റ് വാട്ട് പാർട്ട് ഓഫ് ദി ഫിഗർ ഇസ് കളേർഡ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ദി പെർസെൻറ്റ് വിച്ച് ഇസ് കളേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഈ ഒരു പോർഷനാണ് ഷെയ്ഡ് ചെയ്തേക്കണത്, സെക്കൻഡിൽ ഇത്രയും പോർഷനാണ് ഷെയ്ഡ് ചെയ്തേക്കണത്, തേർഡിൽ ഇത്രയും പോർഷനാണ് ഷെയ്ഡ് ചെയ്തേക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് എപ്പോഴും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഒരു ഫ്രാക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫ്രാക്ഷൻ ആദ്യം കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെയാണ് ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? ആദ്യം ഫസ്റ്റ് ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം ഇതിപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തേക്കണം നോക്കണം. ഇതിനകത്ത് ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തേക്കണത്. ബൈ ടോട്ടൽ എത്ര പാർട്ടുണ്ടെന്ന് നോക്കണം. ശരി, ഓക്കെ, ഇത് ശരിക്കും നമുക്ക് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, 1/2 എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് എക്സാക്ട്ലി ഹാഫ് അല്ല അല്ലേ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കേ, ഇങ്ങനെ ഇരിക്കും അല്ലേ. ശരിക്കും ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ മാത്രമാണ് ഷെയ്ഡ് ചെയ്തേക്കണത്. അപ്പോൾ ശരിക്കും ഇതിൽ എത്ര പാർട്ടാണുള്ളത്? 1 2 3 4, ഈ 4 പാർട്ടിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് ഷെയ്ഡ് ചെയ്തേക്കണത്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഒരു പാർട്ട്. ബൈ ഔട്ട് എത്ര എണ്ണമാണ് മൊത്തത്തിലുള്ളത്? 1 2 3 4, 4 പാർട്ടാണ് ഉള്ളത്. ഇതിനെ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കണം. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ കിട്ടി. പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതായത് 100/4. 100/4 ഇസ് 2 4s are 8, 25 is equal to 25%. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ട് നോക്കുക. ഇവിടെ എത്ര പാർട്ടുണ്ട്? 1 2 3 4 5, ടോട്ടൽ 5 ആണ്. എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ട് നോക്കുക? 1 2 3. അപ്പോൾ ഷെയ്ഡ് ചെയ്ത പാർട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പാർട്ട് എത്രയാണ്? 3 + 2 5 പാർട്സ് ആണ് ടോട്ടൽ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്, അതായത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട? ഇൻറ്റു 100. 100 ക്യാൻസൽ ചെയ്യാണ്, 2 5s are 10, 20 is equal to, ജസ്റ്റ് ഡിവൈഡ് ചെയ്താണ് കേട്ടോ, 100 / 5 ചെയ്തേക്കാണ്. ഓക്കെ, ഇനി 2 3s are 6, എത്ര സീറോ ഉണ്ട്? ഒരു സീറോ, സോ 60%. എക്സാക്ട്ലി സെയിം മെത്തേഡിനെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനും ചെയ്യണത്. തേർഡ് വണ്ണിൽ എങ്ങനെയാണ്? എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. 3 പാർട്സ്. ഔട്ട് ഓഫ് ടോട്ടൽ എത്ര പാർട്ട് നോക്കുക? 1 2 3 4 5 6 7 8 പാർട്സ് ആണ്. ഇൻറ്റു 100. നമ്മൾ ജസ്റ്റ് സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 100 300/8. 300/8 എത്രയാണ്? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 300/8 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, 37.5 കിട്ടും. ഇത്രയും പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണത്. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 15% ഓഫ് 250. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും? 15% ഓഫ് 250. 15% എങ്ങനെ നമ്മൾ പറയുക? 15% എന്ന് പറഞ്ഞാൽ എന്താ? 1% എന്ന് പറഞ്ഞാൽ എന്താ? 1/100. 15% എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി സെയിം, 15/100. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു എന്നർത്ഥം. ഇൻറ്റു എന്തിൻ്റെ? 250യുടെ. അതായത് 250യുടെ 15%, അതാണ് 15% ഓഫ് 250. ഇനി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സോൾവ് ചെയ്യുക. 0 0 ക്യാൻസൽ ചെയ്യുക. 10ൻ്റെ അകത്ത് എത്ര 5 ഉണ്ട്? 2 5s are 10. 25ൻ്റെ അകത്ത് 5 5s are 25. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്തേക്കണം, ഡിവൈഡ് ചെയ്തേക്കണാണ്. ഈ 250ൻ്റെ 100ൻ്റെയും സീറോസ് ഞാൻ ക്യാൻസൽ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 25ഉം 10 ഉണ്ടായി. 25ഉം 10ഉം രണ്ടിനും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 25 / 5, അതായത് 5 ആണ്. അതാണ് ഈ മേളിൽ എഴുതിയിരിക്കുന്നത് 5. 10 / 5, അത് തന്നെ 10 / 5 ചെയ്തു. അപ്പോൾ 2 കിട്ടി. ആ 2 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ 10നെയും 25നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 5ഉം 2ഉം കിട്ടി. ദിറ്റ് ഈസ് ഈക്വൽ ടു 15/100.
2 into 5 ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ സാധാരണ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 5 5s are 25, 2 1 5s are 5, 6 7 75 by 2, 75 by 2 മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. 37.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 15%. 250യുടെ 15% എന്ന് വെച്ച് കഴിഞ്ഞാൽ 37.5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് എ പാർട്ടാണത്. ഇനി നമുക്ക് ബി പാർട്ട് ചെയ്യാം. ബി പാർട്ട് എങ്ങനെയാണ്? 1% ഓഫ് 1 hour. 1% പറഞ്ഞാൽ എന്താ? 1/100. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 1 hour എന്ന് പറഞ്ഞേക്കണം. അത് 1 തന്നെ. ഈക്വൽ ടു എത്ര വരും? യെസ്, അപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യുക? ഒരു പെർസെൻറ്റേജ് 1% ഓഫ് 1 hour എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം 1 hour എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ്? 60 minutes ആണ്. ഓക്കെ, അപ്പം നമ്മൾ 60 എഴുതി. 1% ഓഫ് 1 hour. അപ്പം 1 hour 60 minutes. ഓക്കെ, ഇനി എന്താ ചെയ്യുക? 0 മേളിലുണ്ട്, 0 താഴെയുണ്ട്, ക്യാൻസൽ ചെയ്യുക. 6 ഡിവൈഡഡ് ബൈ 6/10 ആണ് കിടക്കണം അല്ലേ? അപ്പോൾ 6/10 എന്ന് പറയുമ്പോൾ 6ൻ്റെ അകത്ത് 6 ഡിവൈഡ് ബൈ 2 ചെയ്യുക, 10 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അതായത് ഇതിനകത്ത് രണ്ടിൻ്റെ അകത്തും ഫുള്ളി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറാണ് 2 അല്ലേ? അതായത് 6 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 2s are 6, ബാലൻസ് 0 വരും. അങ്ങനെ 0 ആയിട്ട് നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്ന അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്പറാണ് 2. അപ്പോൾ അതേ നമ്പർ കൊണ്ട് തന്നെ 10നെയും ഡിവൈഡ് ചെയ്യുക. 10 ഡിവൈഡ് ബൈ 2, 5 2s are 10. കണ്ടോ, അതിലും നമുക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് 0 കിട്ടണമായിരിക്കണം. അതാണ് ഫുള്ളി ഡിവിസിബിൾ എന്ന് പറയുക. അപ്പോൾ 10ൻ്റെ അകത്ത് 5ഉം 6ൻ്റെ അകത്ത് 3ഉം. 3 into 1 3/5. 3/5 minutes. ഓക്കെ, 3/5 minutes ആണ് ഇൻ ദ 1% ഓഫ് 1 hour. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷനായിട്ട് പോയിൻ്റ് ആയിട്ട് ഡെസിമലായിട്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 20% ഓഫ് റുപ്പീസ് 2500. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ സി. 20% ഓഫ് റുപ്പീസ് 2500. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സെയിം തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 20% എന്താ? 20/100. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ₹2500. താഴെ 2 zeros ഉണ്ട്, മേളിൽ 2 zeros ഉണ്ട്. ക്യാൻസൽ ചെയ്യാം. എപ്പോഴും ക്യാൻസൽ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. സൈഡിലൊന്നും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി എന്താ? 25 into 2 50 അല്ലേ? 25. ഇനി ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 25 into 2 50. ഇവിടെ എത്ര 0 ഉണ്ട്? ഒരു 0. സോ 500 rupees 500. അപ്പോൾ 20% ഓഫ് റുപ്പീസ് 2500 എന്ന് പറഞ്ഞാൽ 500 rupees ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഡി. 75% ഓഫ് 1 kg. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുക? 75% എന്ന് പറയുമ്പോൾ 75/100 ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 1 kg. 1 kg എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് തന്നെ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ kgനെ കൺവേർട്ട് ചെയ്യാം. 1 kg എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1000 grams ആയിട്ട് എഴുതുകയാണ്. എന്നിട്ട് 2 0 2 0 ക്യാൻസൽ ചെയ്തു. സോ 75 into 10 750 grams ആണ്. 75% ഓഫ് 150 എന്ന് പറഞ്ഞാൽ 1 kg എന്ന് വെച്ച് കഴിഞ്ഞാൽ 750 grams ആണ്. ഇതിങ്ങനെ തന്നെ എഴുതണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് kg തന്നെ എഴുതാം. ഇത് kg എന്നല്ലേ ഇവിടെ, അപ്പോൾ kg തന്നെ എഴുതാം. അതായത് 75% 75% ഓഫ് 1 kg എന്നല്ലേ, 1 തന്നെ ഇട്ടാലും മതി. 75 into 1 75 തന്നെ. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഡിവൈഡ് ബൈ 100. അപ്പോൾ 2 zeros. അപ്പോൾ എത്ര പ്ലേസ് നമ്മൾ നീക്കണം? ഇവിടെ നിന്ന് 1 2 എത്ര zeros ഉണ്ടോ അത്രയും പ്ലേസ് നീക്കിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 0.75 എന്ന് വരും. 0.75 kg. ഇങ്ങനെ ചെയ്യാം. ഇവ രണ്ട് മെത്തേഡും കറക്റ്റാണ്. ഈ ആൻസർ ചെയ്താലും കുഴപ്പമില്ല, ഇത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, രണ്ടും ഒരേ തന്നെ. അപ്പോൾ അത്രയാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.